ഓക്കെ, ഇന്ന് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ GK-യുടെയും സയൻസിൻ്റെയും നോട്ട്സ് മുഴുവൻ ഇന്ന് വൈകുന്നേരം തന്നെ എനിക്ക് സെൻഡ് ചെയ്ത് തരണം. എല്ലാവരും നോട്ട്സ് തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം? നോട്ട്സ് കംപ്ലീറ്റ് ആയില്ല എന്നുള്ള റീസൺ അല്ല, നോട്ട് തരാൻ രാത്രിയേ പറ്റുള്ളൂ. ദേവാഞ്ജന അമ്മ വന്നിട്ടേ പറ്റുള്ളൂ എന്നാണോ? യെസ്, ഓക്കെ, ദെൻ നോ പ്രോബ്ലം. ദെൻ ബാക്കിയുള്ള മുഴുവൻ പേരും നിങ്ങളുടെ നോട്ട് ഇന്ന് തന്നെ, ഫെഡറിൻ വേണ്ട കേട്ടോ മോനെ, ഫെഡറിൻ്റെത് ഞാൻ നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്സ് ഇന്ന് തന്നെ ക്ലാസ്സിലുള്ള മുഴുവൻ പേരും സെൻഡ് ചെയ്ത് തന്നിരിക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് തന്നില്ല, തരാത്ത റീസൺ ഇതാണ് എന്നൊന്നും പറയണ്ട. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പറയാ. അല്ലാത്തവർ മുഴുവൻ പേരും അഥവാ നോട്ട്സ് തരുന്നില്ലെങ്കിൽ എന്ത് കാര്യം കൊണ്ടാണ് നോട്ട്സ് തരാത്തത് എന്ന് പറയാനുള്ള ഒരു കാര്യമെങ്കിലും നിങ്ങൾ കാണിക്കണം. അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം 3rd ക്ലാസ്സിലെ കുട്ടികളോട് നോട്ട്സ് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞു. രാത്രിയായിട്ടും ആരും നോട്ട്സ് തരുന്നില്ല. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തു, എന്നിട്ടും 1ഓ 2ഓ ആൾക്കാരാണ് നോട്ട്സ് തന്നിട്ടുള്ളത്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ഉള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞിരുന്നു, ഇന്ന റീസൺ കൊണ്ട് നോട്ട് തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നവരുണ്ട്. ദെൻ ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ചിട്ട് പോലും അതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കാത്ത കുട്ടികളുണ്ട്. സോ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളോട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് അപ്പം തന്നെ നിങ്ങൾ ചെയ്യുക. എന്താണ് മോളെ ദേവാഞ്ജന? സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലാണ് രണ്ടും. സെക്കൻഡ് സെമിസ്റ്ററിലെ ഫസ്റ്റ് പോർഷൻ മുതലാണ്. എന്താണ് മോളെ? യെസ്, സേഫ്റ്റി അറ്റ് ഹോം മുതൽ സ്റ്റാർട്ട് ചെയ്യും. അവിടെയല്ലേ നമ്മുടെ സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നേ. ദെൻ ആ പോർഷൻസ് തൊട്ടാണ് തരേണ്ടത്. ആൻഡ്രോസ് ക്രിസ്റ്റീസിൻ്റെ വീഡിയോ ഓൺ ചെയ്തേ. അപ്പോൾ എല്ലാവരും ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും നോട്ട്സ് വൈകുന്നേരം തന്നെ തരണം. വേറൊരു റീസൺ പറയണ്ട. എന്താണ് മോനെ അശ്വിൻ? ടെക്സ്റ്റ് എന്തിനാടാ? ടെക്സ്റ്റ് വേണ്ട. നിങ്ങളുടെ GK-യുടെ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയാറുണ്ട്. ദെൻ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നോട്ട്സിലേക്കും കൂടെ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ടെക്സ്റ്റ് ഫിനിഷ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ എക്സാമിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. എക്സാം February 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? ദെൻ ടൈം ടേബിൾ ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ പോർഷൻസ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റി അറ്റ് ഹോം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അവസാനമായിട്ട് ഫിനിഷ് ചെയ്യുന്നത് ഏതാണോ, നമുക്കിപ്പോ ഈ പോർഷൻ ഏകദേശം ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ദ ചേഞ്ചിങ് വെദർ, അതായത് 1, 2, 3 പോർഷൻസ് സേഫ്റ്റി അറ്റ് ഹോം. ദെൻ എന്താണ് മോളെ ദേവാഞ്ജന? അത് നിങ്ങളുടെ സെക്കൻഡ് സെമ്മിൽ, ഫസ്റ്റ് സെമ്മിലായിരുന്നില്ലേ? യെസ്, അത് എന്താണ് നിങ്ങളുടെ പോർഷൻസ് ഫിനിഷ് ആകാത്തത് കൊണ്ടാണ്. ദെൻ ആ സമയത്ത് അതിനു മുമ്പേ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം നടന്നുവല്ലോ. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ആ പോർഷൻ എടുത്തു. ദെൻ അതുകൂടി ആഡ് ചെയ്യണോ അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മും മാത്രമാണോ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ആ പോർഷൻസ് കൂടി ഉണ്ടെങ്കിൽ ഞാൻ സിലബസ് ഗ്രൂപ്പിൽ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടാം. അല്ലാത്ത പക്ഷെ ഏതൊക്കെയാണ്? സേഫ്റ്റി അറ്റ് ഹോം ആൻഡ് ക്ലോത്ത്സ് വി വെയർ ആൻഡ് ചേഞ്ചിങ് വെദർ. ഈ 3 പോർഷൻസ് ആണ് എക്സാമിന് വരിക. ചേഞ്ചിങ് വെദർ നമുക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം, എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ 3 പോർഷൻസ് ആണ്. ദെൻ മൈക്രോബേസിന്റെ പോർഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് സിലബസ് ഇടുമ്പോൾ പറയാം അതുകൂടി ഉണ്ട് എന്ന്. അത് ആഡ് ചെയ്യണോ എന്നുള്ള കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. എന്താണ് മോനെ ആദിദേവ്? നോട്ട്സ് പേഴ്സണൽ തന്നാൽ മതി കേട്ടോ. ഗ്രൂപ്പിലാവുമ്പോ ചിലപ്പോ നമ്മള് നോക്കി എടുക്കാൻ വേണ്ടി വിട്ടുപോകും. ഒരുപാട് മെസ്സേജസ് അതിന്റെ ഇടയിൽ വരുമ്പോ മിസ്സിന് ചിലപ്പോൾ നോക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പേഴ്സണൽ ആയിട്ട് തന്നെ അയക്കാൻ പറയുന്നത്. ഓക്കെ,
അപ്പോൾ എക്സാമിന് അത്രയും പഠിക്കുക. GK-യിലും അതുപോലെ നമ്മുടെ ഏത് പോർഷൻസ് ആണോ ഫിനിഷ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സിലബസ് ഞാൻ ഗ്രൂപ്പിൽ തരാം. സെക്കൻഡ് സെമ്മിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പോർഷൻ മുതൽ നമ്മൾ ഏതുവരെയാണോ ഫിനിഷ് ചെയ്യുന്നത് അതുവരെയാണ് ക്വസ്റ്റ്യൻസ് തരിക. ദെൻ അതിനെക്കുറിച്ച് ബാക്കി ഞാൻ സിലബസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഗ്രൂപ്പിൽ പറയാം. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ പോർഷൻ ഒക്കെ ഈ ലാസ്റ്റ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചേഞ്ചിങ് വെതറൊക്കെ നന്നായിട്ട് പഠിക്കണം. അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള നല്ലൊരു പോർഷനാണ്. സോ നമുക്ക് പറയാം, വാട്ടർ പൊല്യൂഷൻ. നിങ്ങൾ മിസ്സിനെ കാണുന്നില്ല എന്ന് വിചാരിക്കേണ്ട. ക്യാമറയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ വെബ് ക്യാമും കൂടെ ഫിക്സ് ചെയ്തിട്ട് അത് സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് കിട്ടാത്തത്. സോ listen here. Water pollution. We are discussing our previous class about water pollution. When unwanted substances mix with water in the rivers, lakes, oceans, ponds, wells and other water bodies, it is called വാട്ടർ പൊല്യൂഷൻ. ജല മലിനീകരണം അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെള്ളം എങ്ങനെയാണ് മലിനമാകുന്നത്. ഇപ്പോൾ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. കാരണം ഇപ്പോൾ എന്താണ്, ഷിഗല്ലയൊക്കെ കൂടുതലായിട്ട് കൂടിക്കൂടി വരികയാണ്. നമ്മുടെ പയ്യന്നൂർ ഏരിയയിലൊക്കെ ഷിഗല്ലയൊക്കെ ഫൗണ്ട് ചെയ്തു. ഷിഗല്ല വൈറസിനെയൊക്കെ ഫൗണ്ട് ചെയ്തു. വെള്ളത്തിൽ കൂടെയാണ് അത് വരിക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ പ്യുവർ വാട്ടർ എന്നുള്ളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല വെള്ളമല്ല നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ വെള്ളത്തിൽ കൂടെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ വെള്ളം എങ്ങനെയാണ് പൊല്യൂട്ടഡ് ആവുന്നത്, ഹൗ എ വാട്ടർ ഈസ് പൊല്യൂട്ടഡ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. വെൻ അൺവാണ്ടഡ് സബ്സ്റ്റാൻസസ് മിക്സ് വിത്ത് വാട്ടർ ഇൻ ദ റിവേഴ്സ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലേ, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്താണ് വെള്ളത്തിൽ മിക്സ് ആവും. ഏതൊക്കെ വെള്ളത്തിൽ? റിവർ, ലേക്ക്, ഓഷ്യൻ, പോൺസ്. കുളത്തിലെയും കിണറിലെയും സമുദ്രത്തിലെയും ഒക്കെ വെള്ളത്തിൽ എന്താണ് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ സബ്സ്റ്റാൻസസ് മിക്സ് ചെയ്യപ്പെടും. അപ്പോൾ അതിനെയാണ് വാട്ടർ പൊല്യൂഷൻ, ജല മലിനീകരണം എന്ന് പറയുന്നത്. റിമൂവിങ് ഇംപ്യൂരിറ്റീസ് ഫ്രം വാട്ടർ. നമുക്കറിയാം എന്താണ്. ക്ലാസ് കട്ടായി പോകുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ടും എന്താണ് വെള്ളം യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായി തിളപ്പിച്ച് അങ്ങനെയൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുക അല്ലേ. നമ്മൾ പച്ചവെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വെള്ളം നന്നായി തിളക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, അതിലുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ പോവുക അല്ലെ, അതിലുള്ള അണുക്കളൊക്കെ നശിച്ചു പോവുക. എപ്പോഴാണ്? വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്യുമ്പോഴാണ്. അതും നന്നായിട്ട് 8-10 മിനിറ്റ് വെള്ളം ബോയിൽ ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലെ. നമ്മളൊക്കെ എന്ത് ചെയ്യും, ചൂടുവെള്ളം എടുക്കും. ചൂടുവെള്ളം ആകുമ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഓഫ് ചെയ്യും അല്ലെ. വെള്ളം തിളച്ചു എന്ന് പറഞ്ഞിട്ട് ഓഫ് ചെയ്യാറുണ്ട്. പക്ഷെ 8-10 മിനിറ്റോളം വെള്ളം നന്നായി തിളച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകണം അല്ലേ. ദെൻ റിമൂവിങ് ഇംപ്യൂരിറ്റീസ് ഫ്രം വാട്ടർ. വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അതിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻസസിനെ എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക, വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് അതിനെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. വാട്ടർ become polluted due to substances such as mud, sand particles, waste from the factories and sewage. എങ്ങനെയാണ്? ഒരുപാട് വേസ്റ്റുകൾ വെള്ളത്തിലേക്ക് വരാറുണ്ട് അല്ലേ. എന്താണ്? ചെളി ഉണ്ടാവും അല്ലേ. ചെളിയും മണലും ഫാക്ടറിയിൽ നിന്നും മറ്റ് സിവേജുകളിൽ നിന്നും ഒക്കെയുള്ള വേസ്റ്റ് ഒക്കെ വന്നിട്ട് അല്ലെ, നമുക്കറിയാം വലിയ വലിയ ഫാക്ടറീസിൽ ഒക്കെയുള്ള വേസ്റ്റുകൾ അവരെങ്ങോട്ടാണ് കളയുക? അടുത്തുള്ള പുഴയിലൊക്കെ പൈപ്പ് വഴി ഒഴുക്കി കളയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമുക്കറിയാം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് എവിടെ വരുന്നുണ്ട്? വെള്ളത്തിലേക്ക് മിക്സ് ആവുന്നുണ്ട്. Then a variety of germs can be breed in such water. ഇതിൽ എന്ത് ചെയ്യും? ഒരുപാട് അണുക്കൾ ബ്രീഡ് ചെയ്യും അല്ലെ. ഒരുപാട് അണുക്കൾ ബ്രീഡ് ചെയ്ത് ആ വെള്ളത്തിൽ സ്പ്രെഡ് ചെയ്യും. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണോ? നോ. അത്രയും ചെറിയ വൈറസ് ഒക്കെയാണ് വെള്ളത്തിൽ ഉണ്ടാവുക. ചെറിയ ജേംസ് ഒക്കെ ഉണ്ടാവും. ചിലതിനൊക്കെ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരം അത്രയും ജേംസ് എവിടെ? ഈ വെള്ളത്തിൽ മിക്സ് ആവും, അതിൽ
സ്പ്രെഡ് ആയിട്ട് അതിൽ ബ്രീഡ് ചെയ്തിട്ട് നന്നായി സ്പ്രെഡ് ആവും ആ വെള്ളത്തിൽ. സോ ഡ്രിങ്കിങ് പൊല്യൂട്ടഡ് വാട്ടർ ക്യാൻ മേക്ക് അസ് ഇൽ. അശുദ്ധമായ വെള്ളം കുടിക്കുന്നത്, മലിനമായ വെള്ളം കുടിക്കുന്നത് നമുക്ക് അസുഖമുണ്ടാക്കും. വി നോ ദാറ്റ്. ദെൻ പൊല്യൂട്ടഡ് വാട്ടർ കോസസ് ഡിസീസസ് ലൈക്ക് കോളറ, ടൈഫോയിഡ്, ഡയേറിയ ആൻഡ് ജോണ്ടീസ്. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലേ ഈ മലിനമായ വെള്ളം കുടിക്കുന്നത് വഴി. സോ many substances do not dissolve in water. They are called insoluble substances. എന്താണ്? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ കഴിയാത്ത, വെള്ളത്തിൽ അലിഞ്ഞു പോകാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ദേ ആർ കോൾഡ് ഇൻസൊല്യൂബിൾ സബ്സ്റ്റാൻസസ്. അതിനെയാണ് ഇൻസൊല്യൂബിൾ സബ്സ്റ്റാൻസസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ആണ് എക്സാം വരിക. നേരെ മറിച്ച് ഒരു പാരഗ്രാഫ് വൈസ് എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നും അറിയില്ലെങ്കിലും 2 പാരഗ്രാഫ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. പക്ഷെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ഭാഗവും നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ സ്റ്റോൺ, സാൻഡ് ആൻഡ് ചോക്ക് ആർ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ അലിഞ്ഞു പോകാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. എന്ത്? കല്ല്, മണല്, ചോക്ക്, ഇതൊക്കെ എന്താണ്? വെള്ളത്തിൽ അങ്ങനെ തന്നെ കിടക്കും അല്ലേ. ദെൻ soluble impurities can be removed in many ways. Insoluble impurities can be removed in many ways. ഈ വെള്ളത്തിൽ പെട്ടെന്ന് ഇങ്ങനെ നശിച്ചു പോകാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റിമൂവ്ഡ് ഇൻ മെനി വേസ്. ഒരുപാട് മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെന്തൊക്കെയാണ് ആ മെത്തേഡ്സ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മെനി ലിസൺ once again, many substances do not dissolve in water. വെള്ളത്തിൽ നശിച്ചു പോകാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ തിളപ്പിക്കുമ്പോൾ നശിച്ചു പോകാത്ത കാര്യങ്ങൾ കുറെ ഉണ്ട് അല്ലെ. നമ്മുടെ വീട്ടിൽ നമ്മുടെ യൂസിനുള്ള കുറച്ച് വാട്ടറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് ബോയിൽ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്താൽ നശിച്ചു പോകാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതിനെ ഇൻസൊല്യൂബിൾ സബ്സ്റ്റാൻസസ് എന്ന് പറയുന്നു. ലൈക്ക് സ്റ്റോൺ ആൻഡ് സാൻഡ്, ചോക്ക്, എക്സെട്രാ. ദെൻ insoluble impurities can be removed in many ways. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് മറ്റു മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെന്തൊക്കെയാണ് ആ മെത്തേഡ്സ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. സെഡിമെന്റേഷൻ ആൻഡ് ഡിക്കാൻറ്റേഷൻ. സെഡിമെന്റേഷൻ ആൻഡ് ഡിക്കാൻറ്റേഷൻ. ആൻഡ് ലിസൺ ഹിയർ. മിക്സ് some mud with water in a beaker and leave the mixture undisturbed for some time. You will find that the mud settles down at the bottom and the upper layer of water is clear. The mud or impurities that have settled down at the bottom are called sediment. And the process of setting down of impurities is called sedimentation. And what is sediment and what is the sedimentation process? Listen here. Mix some mud with water in a beaker and leave the mixture undisturbed for some time. എന്ത് ചെയ്യുക? മിക്സ് സം മഡ്, കുറച്ച് ചെളി എന്ത് ചെയ്യുക? വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അതായത് ചെളി വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അതൊരു ബീക്കറിൽ. ബീക്കർ എന്താണ്? ഒരു പാത്രം അല്ലേ, നമുക്കറിയാം. ബീക്കർ എന്താണ്? നമ്മുടെ ഈ പിക്ചറിൽ കണ്ടോ? ഇതിനാണ് ബീക്കർ എന്ന് പറയാം. സയൻസ് ലാബിലൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബീക്കർ. സോ നമ്മുടെ ഏതെങ്കിലും പാത്രമായാലും മതി, അതിൽ എന്ത് ചെയ്യുക? ചെളിവെള്ളം മിക്സ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ എക്സ്പെരിമെന്റേഷൻ ചെയ്യേണ്ടതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്താണ്? ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിനുമുള്ള ഫെസിലിറ്റി കിട്ടാത്തത് കൊണ്ടാണ്. നമ്മളിപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ബീക്കറിൽ മഡ് മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് എക്സ്പെരിമെന്റേഷൻ ചെയ്യാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നും ചെയ്യാം. മടിയില്ലാത്തവർ എന്ത് ചെയ്യുക? വീട്ടിൽ നിന്ന് ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളോട് ചെയ്യണം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യില്ല. സോ സയൻസിലൊക്കെ പഠിക്കാൻ എന്ത് വേണം? നിങ്ങൾക്കത് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. സോ ലിസൺ. സെഡിമെന്റേഷൻ എന്താണ്? സെഡിമെന്റേഷൻ എക്സാമിന് ഏതൊക്കെയാണ് എന്നുള്ളത് ദേവപ്രിയ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ദെൻ അൺവാണ്ടഡ് ചാറ്റ് ചെയ്തിട്ട് വെറുതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കരുത് ദേവപ്രിയ. നമ്മൾ ആദ്യം തന്നെ
ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു മോള് ലേറ്റ് ആയതുകൊണ്ടാണ്. ദെൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ എന്താണ് സിലബസ് ഗ്രൂപ്പിൽ തരാം. നമ്മളിവിടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചാറ്റ് ചെയ്യാൻ വേണ്ടി പോരുത്. നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്കേ പോവുള്ളൂ അല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പീഡിലൊന്നും ടൈപ്പ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. നിങ്ങൾ മെല്ലെ ഇത് ടൈപ്പ് ചെയ്തൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യത്തിലാണ്. സോ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കാം. എക്സാമിന്റെ സിലബസ് എന്തായാലും നിങ്ങൾക്ക് തരും അല്ലേ, തരാതിരിക്കില്ലല്ലോ. ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ദെൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ കൂടെ സിലബസ് തരാം. അതിനു മുമ്പ് ലിസൺ. Sedimentation and decantation, and mix some mud with water in a beaker and leave the mixture undisturbed for some time. എന്താണ്, കുറച്ച് വെള്ളത്തിൽ ചെളി മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ചെളി വെള്ളം അവൈലബിൾ ആയിട്ട് ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ ഈ ചെളി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെ കുറച്ച് നേരം ഡിസ്റ്റർബ് ചെയ്യാതെ എവിടെയെങ്കിലും വെക്കുക. എന്ത് ചെയ്യുക, അനക്കാതെ വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അനക്കാതെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, യു വിൽ ഫൈൻഡ് ദാറ്റ് ദ മഡ് സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം ആൻഡ് ദ അപ്പർ ലെയർ ഓഫ് വാട്ടർ ഈസ് ക്ലിയർ. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, അതിൻ്റെ അടിയിൽ എന്ത്, ഈ ചെളിയൊക്കെ അതിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അല്ലേ. മുകളിലുള്ള വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? അതായത് എവിടെയെങ്കിലും ചെളിവെള്ളം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് എന്ത് ചെയ്യുക, ചെളിവെള്ളം എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ചു നേരം അത് അനക്കാതെ എവിടെയെങ്കിലും വെച്ച് കഴിയുമ്പോൾ ചെളിയൊക്കെ അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടാവും. ദെൻ മുകളിലുള്ള വെള്ളം നല്ല നീറ്റായിട്ട് കാണാൻ പറ്റും. സോ the mud or impurities that have settled down at the bottom are called sediment. ഈ അടിയിൽ ഇങ്ങനെ ഊർന്ന് അടിയിൽ കിടക്കുന്ന അതിനെയാണ് എന്ത് പറയാ, അതിന്റെ ഇംപ്യൂരിറ്റീസ്. ആ വെള്ളത്തിലുള്ള എന്താണ്, ആവശ്യമില്ലാത്ത കാര്യമാണല്ലേ ഇത്, ആ വെള്ളത്തിലുള്ള അതിന്റെ വേസ്റ്റ് ആണ് അടിയിലുള്ളത്. ദെൻ പ്യുവർ വാട്ടർ അതിന്റെ മുകളിൽ തെളിഞ്ഞു കാണും. സോ ഈ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന അതിനെയാണ്, ആ വേസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, സെഡിമെന്റ്, അതായത് അവശിഷ്ടം. ആ വെള്ളത്തിൽ ആവശ്യമില്ലാത്ത കാര്യമാണ് അതല്ലേ. മുകളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ളത് പ്യുവർ വാട്ടർ ആണ്. സോ അടിയിലുള്ളതാണ് അതിന്റെ സെഡിമെന്റ്, അതിന്റെ അവശിഷ്ടം ആ വെള്ളത്തിൽ. ദെൻ ഇംപ്യൂരിറ്റീസ്, അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് ആണ് അത്. ആ വെള്ളത്തിൽ ആവശ്യമില്ലാത്ത ചെളിയാണ് അതിന്റെ അടിയിൽ കിടക്കുക. അതിന്റെ മുകളിലുള്ളത് എന്താണ്, പ്യുവർ വാട്ടർ ആണ്. ദെൻ ഈ അടിയിലുള്ള ഇതിനെയാണ് നമ്മൾ അവശിഷ്ടം എന്ന് പറയാ. ആൻഡ് ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ഈ സെഡിമെന്റിനെ ഫൗണ്ട് ചെയ്യാനുള്ള, സെഡിമെന്റിനെ റിമൂവ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ സെഡിമെന്റേഷൻ എന്നും, ഇതിന്റെ അടിയിലുള്ള ഈ മണ്ണിനെ, ഈ ചെളിയെ നമ്മൾ സെഡിമെന്റ് എന്നും പറയുന്നു. ക്ലിയർ? എന്താണ് വാട്ട് ഈസ് സെഡിമെന്റ് ആൻഡ് വാട്ട് ഈസ് ദ പ്രോസസ് സെഡിമെന്റേഷൻ. നമ്മൾ ഈ ഇപ്പൊ ചെയ്ത കാര്യം ഉണ്ടല്ലോ, അതായത് ബീക്കറിൽ ചെളിവെള്ളം എടുത്തിട്ട് അനക്കാതെ വെച്ച് അതിൻ്റെ അടിയിൽ അതിൻ്റെ മണ്ണ് മാത്രം അടിഞ്ഞുകൂടിയ ഈ പ്രോസസ്സ്, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തുവല്ലോ. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പ്രോസസ്സിനാണ് എന്ത് പറയാ, സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. അടിയിലുള്ള ഈ അടിഞ്ഞു കൂടിയിട്ട് താഴെ കിടക്കുന്ന മണ്ണിനെ നമ്മൾ സെഡിമെന്റ് എന്നും പറയുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, അതായത് വീട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ എവിടെ നിന്നെങ്കിലും ഒക്കെ വരുന്ന വാട്ടർ ഉണ്ടാവുമല്ലോ. നമ്മുടെ വീട്ടിലുള്ള കിണറിൽ നിന്ന് വരുന്ന നല്ല വെള്ളമല്ല, ചിലപ്പോൾ ഈ വേറെ എന്തെങ്കിലും മെത്തേഡ് വഴി വെള്ളം കിട്ടാത്ത ആളുകൾക്ക് അല്ലെ, വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ എവിടുന്നെങ്കിലും ഒക്കെ വെള്ളം ഇങ്ങനെ പൈപ്പ് വഴി അങ്ങനെയൊക്കെ വെള്ളം വരാറുണ്ട് അല്ലെ. അപ്പൊ ചില സമയത്ത് നന്നായിട്ട് കലങ്ങിയ ചെളിയുള്ള വെള്ളമാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും പാത്രത്തിൽ ശേഖരിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ നോക്കിയാൽ അതിൻ്റെ അടിയിൽ അതിൻ്റെ ചെളിയൊക്കെ ഉണ്ടാവും. മുകളിലുള്ളത് നല്ല വെള്ളമായിരിക്കും. then ആ മുകളിലുള്ള വെള്ളം എടുത്തിട്ട് അടിയിലുള്ള സെഡിമെന്റ് കളയുന്ന ആളുകളുണ്ട്. നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് എന്താണ് വെള്ളത്തിന് അത്രയൊരു ക്ഷാമം നേരിടാറില്ല. പക്ഷെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള മിക്കവാറും ആളുകൾക്ക് എന്താണ് വെള്ളത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാരൊക്കെ ഏതെങ്കിലും വെള്ളം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള വെള്ളമൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ അപ്പോൾ ഈ അടിയിലുള്ള ചെളിയാണ് സെഡിമെന്റ് എന്നും അതിന്റെ മുകളിലുള്ള
ദെൻ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സിനെ സെഡിമെന്റേഷൻ എന്നും പറയുന്നു. ദെൻ നമ്മൾ സെഡിമെന്റേഷൻ നമ്മളിപ്പോ പറഞ്ഞു. ദെൻ ആഫ്റ്റർ സെഡിമെന്റേഷൻ, when the mud settles down at the bottom, the clean water of the upper layer is carefully poured into another vessel without disturbing the mud. This is called decantation. ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ്. എന്ത് നമ്മൾ പറഞ്ഞു അല്ലേ, വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ആൾക്കാര് എവിടെ നിന്നെങ്കിലും ഒക്കെ വെള്ളം വരുമ്പോൾ ചെളി വെള്ളമാണ്, കലങ്ങിയ വെള്ളമാണെങ്കിൽ അതൊരു പാത്രത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഈ സെഡിമെന്റ് ഒക്കെ അടിയിൽ പോയി അടിഞ്ഞുകൂടി മുകളിൽ തെളിഞ്ഞ വെള്ളം ഉണ്ടാവുമ്പോൾ അതിന് നമ്മൾ വേറൊരു വെസലിലേക്ക്, വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും അല്ലേ, വേറൊരു പാത്രത്തിലേക്ക് മാറ്റും, ഒഴിച്ചെടുക്കും, ഊറ്റിയെടുക്കുക എന്ന് പറയും അല്ലേ. അതിൽ നിന്ന് ആ നല്ല വെള്ളം മാത്രം വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്ത് മാറ്റി വെക്കും. അതിനെയാണ് എന്ത് പറയാ, ഡിക്കാൻറ്റേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ സെഡിമെന്റേഷൻ വഴി നമുക്ക് കിട്ടിയ വെള്ളം, അടിയിൽ ചെളി അടിഞ്ഞുകൂടി മുകളിൽ നല്ല വെള്ളം വരുമല്ലോ, ഇതിനെയാണ് നമ്മൾ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ഈ വെള്ളം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുന്നതിന് ഡിക്കാൻറ്റേഷൻ എന്നും പറയുന്നു. ഇറ്റ് ഈസ് വെരി ഈസി. സെഡിമെന്റേഷൻ എന്താണ് എന്നുള്ളതേ പഠിക്കണ്ടു. സെഡിമെന്റേഷൻ കഴിഞ്ഞ് കിട്ടുന്ന വെള്ളം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ പോർ ചെയ്ത് വെസലിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ഡിക്കാൻറ്റേഷൻ എന്നും പറയുന്നു. ക്ലിയർ? മനസ്സിലായോ? Okay, then ഷെഫി ഒന്ന് വായിച്ചു മോളെ, റിമൂവിങ് ഇംപ്യൂരിറ്റീസ് ഫ്രം വാട്ടർ. Okay. Water becomes polluted due to substances such as mud, sand, particles from factories and sewage. A variety of germs can breed in such water. Drinking polluted water can make us like polluted water cause diseases like cholera, typhoid, jaundice. Typhoid, diarrhea and jaundice. Diarrhea and jaundice. Many substances do not dissolve in water. They are called insoluble in water. Insoluble impurities can be removed in many ways. Okay. Then ദേവാഞ്ജന പെട്ടെന്നൊന്ന് വായിച്ചു മോളെ, സെഡിമെന്റേഷൻ ആൻഡ് ഡിക്കാൻറ്റേഷൻ. സെഡിമെന്റേഷൻ വരെ വായിച്ചാൽ മതിയേ. ഓക്കെ. Mix some mud with water in a beaker and leave the mixture undisturbed for some time. You will find that the mud settles down at the bottom and the upper layer of the water is clear. The mud or impurities that have settled down at the bottom are called sediment. The process of settling down of
impurities is called sedimentation. ഓക്കെ മോളെ. ദെൻ അൽന ബാക്കി വായിച്ചു മോളെ. After sedimentation, when the mud settles down at the bottom, the clean water of the upper layer is carefully poured into another vessel without disturbing the mud. This is called decantation. ഓക്കെ. ദെൻ റിമൂവിങ് ഇംപ്യൂരിറ്റീസ് ഫ്രം വാട്ടർ. എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് അതിൻ്റെ ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. അതിലാണ് സെഡിമെന്റേഷനും ഡിക്കൻറ്റേഷനും. എന്താണ് മോനെ അശ്വിൻ? ഓക്കെ. ദെൻ സെഡിമെന്റേഷൻ ആൻഡ് ഡിക്കൻറ്റേഷൻ എന്നുള്ളത് അത് രണ്ടും എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് അതിൻ്റെ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. സെഡിമെന്റേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോസസ്സാണ്. വെള്ളത്തിൽ കുറച്ച് ചെളി മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഊർന്നു കിടക്കുന്ന ചെളിയെ നമ്മൾ സെഡിമെന്റ് എന്നും നമ്മൾ ചെയ്ത പ്രോസസ്സിനെ സെഡിമെന്റേഷൻ എന്നും പറയുന്നു. ദെൻ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് മുകളിലുള്ള തെളിഞ്ഞ വെള്ളം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്ത് ചേഞ്ച് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെ ഡിക്കൻറ്റേഷൻ എന്നും പറയുന്നു. ക്ലിയർ? ദെൻ ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എക്സാമിന് പറഞ്ഞതുപോലെ 1, 2, 3 പോർഷൻസ് ആണ് എക്സാമിന് വരിക. ദെൻ ജി കെയിലും നമ്മൾ ലാസ്റ്റ് എവിടെ വരെ ഫിനിഷ് ചെയ്തോ അതാണ് വരിക. ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിലെ ലാസ്റ്റ് പോർഷൻ ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ സിലബസ് ഗ്രൂപ്പിൽ തരുമ്പോൾ നിങ്ങളോട് പറയാം ലാസ്റ്റ് പോർഷൻ കൂടെ വേണോ എന്നുള്ളത്. സോ ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് സെമ്മിലെ 3 പോർഷൻസും നന്നായിട്ട് പഠിക്കുക. ദെൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, നമ്മുടെ ടൈമായി. ദെൻ ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. നോട്ട് മറക്കാതെ സെൻഡ് ചെയ്യുക എല്ലാവരും. ക്ലാസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരും നോട്ട് സെൻഡ് ചെയ്യുക. അങ്ങോട്ട് ചോദിപ്പിക്കാൻ ആക്കരുത്. നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ നീറ്റായിട്ട് ചെയ്യുക. ഓക്കെ, ബൈ.